അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 14ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർ സുറാബി അഷർ 14ാമത്തെ പാഠം കാന അൻഹു മസ്ഊല. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. മദ്രസയിലേക്ക് പോകുകയായിരുന്നു സുഫിയാൻ. സിബ്ര ലൈനിലെത്തി. റോഡിൽ നല്ല തിരക്കാണ്. റോഡ് മുറിച്ച് കടക്കാനാകി അവിടെ നിന്ന് വിഷമിക്കുന്ന അന്ധനായ ഖാലിദ് ഹാജിയെ അവൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞത് അവൻ ഓർത്തു. പ്രയാസം അനുഭവിക്കുന്നവരെയെല്ലാം സഹായിക്കണം. അവൻ ഖാലിദ് ഹാജിയുടെ കൈപിടിച്ച് സിബ്ര ലൈൻ കടന്നു. ഖാലിദ് ഹാജിയോട് യാത്ര പറഞ്ഞ് അവൻ മദ്രസയിലേക്ക് പോയി. ക്ലാസ് ആരംഭിച്ചു. ഉസ്താദ് പറഞ്ഞു, അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അവയിൽ പ്രധാനപ്പെട്ടവയാണ് കാതും കണ്ണും. നിങ്ങൾ കണ്ണില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ? സുഫിയാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ഇന്ന് ഖാലിദ് ഹാജിയെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ചു. ഉസ്താദ് സുഫിയാനെ അഭിനന്ദിച്ചു. കണ്ണില്ലാത്തവർക്ക് കണ്ണിന്റെ വില അറിയൂ. പൂക്കൾ, പൂമ്പാറ്റകൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പുഴകൾ, തോടുകൾ, മരങ്ങൾ, പഴങ്ങൾ എന്നിങ്ങനെ ഈ ലോകത്തിന്റെ സൗന്ദര്യം കാണാൻ കണ്ണുകൾ വേണം. ഉമ്മയെയും ഉപ്പയെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഉസ്താദുമാരെയും എല്ലാം കാണാൻ കണ്ണുകൾ വേണം. കിളികളുടെ നാദം, കാറ്റിന്റെ മർമരം, മഴയുടെ ഇരമ്പൽ, കാട്ടുചോലയുടെ കളകളാരവം എന്നിവ നമ്മെ ആനന്ദിപ്പിക്കുന്നു. ഖുർആൻ പാരായണവും വാങ്കുലിയും മദ്ഹ് ഗാനങ്ങളും നമ്മെ ആവേശഭരിതരാക്കുന്നു. മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പ്രോത്സാഹനവും ഉപദേശവും നമ്മെ നേർവഴിയിലൂടെ പുരോഗതിയിലെത്താൻ സഹായിക്കുന്നു. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അഭിനന്ദനങ്ങളും പ്രയാസമുണ്ടാകുമ്പോൾ ലഭിക്കുന്ന സാന്ത്വനങ്ങളും നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുന്നു. ഇതിനെല്ലാം കേൾവിശക്തി വേണം. കേൾവിയും കാഴ്ചയും ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണമെന്നും ഖുർആൻ നമ്മോട് പറയുന്നു. ഈ രണ്ട് അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് ശുക്ർ ചെയ്യേണ്ടത്. അന്യരുടെ ഔറത്തിലേക്ക് നോക്കുക, അന്യരുടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുക, മറ്റൊരാളുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് നോക്കുക തുടങ്ങിയവയെല്ലാം ഹറാമാണ്. ഇവയൊന്നും ചെയ്യാൻ പാടില്ല. ഗീബത്ത്, നമീമത്ത്, കളവ്, അശ്ലീല ഗാനങ്ങൾ തുടങ്ങിയവ കേൾക്കൽ ഹറാമാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും വരാവുന്ന എല്ലാ തിന്മകളും നാം ഒഴിവാക്കണം. ഖുർആൻ നോക്കുക, മാതാപിതാക്കളെ നോക്കുക, അല്ലാഹു തആലയുടെ സൃഷ്ടി മഹാത്മ്യം നിരീക്ഷിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് കാഴ്ചശക്തി ഉപയോഗിക്കണം. അസാൻ, ഖുർആൻ പാരായണം, സതുപദേശം തുടങ്ങിയ നല്ല കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ കേൾവിശക്തി ഉപയോഗിക്കാവൂ. അല്ലാഹു തആല പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ചിന്ത ഇവയെക്കുറിച്ചെല്ലാം ചോദ്യമുണ്ടാകും. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. ബഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നന്ദിക്കേട് കാണിക്കരുത്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഫറാഷ പൂമ്പാറ്റ, ഉസ്ഫൂർ കിളി, സഹർ പൂവ്, ഷംസ് സൂര്യൻ, നഷീദ ഗാനം, റീഹ് കാറ്റ്, നസീഹ ഉപദേശം, ഫുആദ് ഹൃദയം, മത്തർ മഴ, നിഅമത്ത് അനുഗ്രഹം, യംറഹു ആനന്ദിക്കുന്നു, ഖൈർ നന്മ, നജം
നക്ഷത്രം, ജദുവൽ തോട്, നെഹർ പുഴ, കൊമറുൻ ചന്ദ്രൻ, ഷജർ മരം, ശുക്ർ നന്ദി, ഫാക്കിഹ പഴം, ഷർ തിന്മ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുതർജുമു ഇലൽ അറബിയ നുതർജുമു ഇലാ ലുഗത്തിന. ആദ്യം നമ്മുടെ ഭാഷയിൽ കൊടുത്തിരിക്കുന്നതിനെ അറബിയിലേക്ക് തർജ്ജമ ചെയ്യാം. പൂവ് സഹർ, ചന്ദ്രൻ കൊമറുൻ, പുഴ നെഹർ, മരം ഷജർ, ഗാനം നഷീദ. ഇനി ഇപ്പുറത്ത് നുതർജുമു ഇലാ ലുഗത്തിന അറബിയിൽ കൊടുത്തിരിക്കുന്നതിനെ നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണം. ഫറാഷ പൂമ്പാറ്റ, നസീഹ ഉപദേശം, ഉസ്ഫൂർ കിളി, ജദുവൽ തോട്, ഫാക്കിഹ പഴം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1 ഖൈർ എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ഉത്തരം ഷർ. അടുത്ത പേജ് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, കേൾവി ശക്തി കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? ഉത്തരം കിളികളുടെ നാദം, കാറ്റിന്റെ മർമരം, മഴയുടെ ഇരമ്പൽ, കാട്ടുചോരയുടെ കളകളാരവം എന്നിവ നമ്മെ ആനന്ദിപ്പിക്കുന്നു. ഖുർആൻ പാരായണവും വാങ്കൊലിയും മദ്ഹ് ഗാനങ്ങളും നമ്മെ ആവേശഭരിതരാക്കുന്നു. മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പ്രോത്സാഹനവും ഉപദേശവും നമ്മെ നേർവഴിയിലൂടെ പുരോഗതിയിലെത്താൻ സഹായിക്കുന്നു. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അഭിനന്ദനങ്ങളും പ്രയാസമുണ്ടാകുമ്പോൾ ലഭിക്കുന്ന സാന്ത്വനങ്ങളും നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യുന്നു. ഇതിനെല്ലാം കേൾവിശക്തി വേണം. 3 കാഴ്ചശക്തി കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? പൂക്കൾ, പൂമ്പാറ്റകൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പുഴകൾ, തോടുകൾ, മരങ്ങൾ, പഴങ്ങൾ എന്നിങ്ങനെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യം കാണാൻ കണ്ണുകൾ വേണം. ഉമ്മയെയും ഉപ്പയെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഉസ്താദുമാരെയുമെല്ലാം കാണാൻ കണ്ണുകൾ വേണം. 4 ചിന്താശേഷി നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഉത്തരം ചിന്താശേഷി മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന ചിന്തിക്കാനുള്ള കഴിവ് നന്മയുടെയും തിന്മയുടെയും ദിശ കാണിച്ചു തരും. വൈവിധ്യമാർന്ന നമ്മുടെ ചിന്തകളുടെ ഫലം കൂടിയാണ് ഇന്ന് കാണുന്ന ഒട്ടനവധി നേട്ടങ്ങളും സൗകര്യങ്ങളും. 5 കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെ നന്ദി ചെയ്യും? ഉത്തരം ഈ 2 അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് അവയ്ക്ക് നന്ദി ചെയ്യേണ്ടത്. 6 കണ്ണില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഉത്തരം കണ്ണില്ലാത്തവർക്ക് ചുറ്റുപാടുകളുമായി ബന്ധപ്പെടാൻ കഴിയില്ല, സുരക്ഷിതരായി യാത്ര ചെയ്യാൻ കഴിയില്ല, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഉപ്പയെയും ഉമ്മയെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും കാണാൻ സാധിക്കില്ല, അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. 7 കേൾവിശക്തി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഉത്തരം നമ്മെ ആവേശഭരിതരാക്കുന്ന ഖുർആൻ പാരായണവും വാങ്കൊലിയും മദ്ഹ് ഗാനങ്ങളും കേൾക്കാൻ കഴിയില്ല. കിളികളുടെയും മഴയുടെയും കാറ്റിൻ്റെയും ശബ്ദം കേൾക്കാൻ കഴിയില്ല. നമ്മെ അപകടത്തിലാക്കുന്ന വാഹനങ്ങളുടെയും മറ്റും ശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ. കാണാനും കേൾക്കാനും പാടുള്ളതിൻ്റെയും പാടില്ലാത്തതിൻ്റെയും ലിസ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നവ കാണാൻ പറ്റാത്തവ നോക്കാം. കാണാൻ പറ്റുന്നവ: ഖുർആൻ നോക്കൽ, മാതാപിതാക്കളെ നോക്കൽ, അല്ലാഹു തആലയുടെ സൃഷ്ടി മഹാത്മ്യം നിരീക്ഷിക്കൽ, നല്ല കാര്യങ്ങൾ നോക്കൽ, ആകാശഭൂമികളെ നോക്കൽ, പക്ഷികളെയും മൃഗങ്ങളെയും നോക്കൽ. കാണാൻ പറ്റാത്തവ: അന്യരുടെ ഔറത്തിലേക്ക് നോക്കൽ, അന്യരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ, മറ്റൊരാളുടെ രഹസ്യം നോക്കൽ, അശ്ലീലം കാണൽ, തെറ്റായ കാര്യങ്ങൾ നോക്കൽ. ഇനി കേൾക്കാൻ പറ്റുന്നവ കേൾക്കാൻ പറ്റാത്തവ നോക്കാം. ഖുർആൻ പാരായണം കേൾക്കൽ, അദാൻ കേൾക്കൽ,
സതുപദേശം കേൾക്കൽ, മദഹ് ഗാനങ്ങൾ കേൾക്കൽ, ദിക്റുകൾ കേൾക്കൽ, നല്ല സംസാരങ്ങൾ കേൾക്കൽ. ഇനി ഇപ്പുറത്ത് നോക്കൂ, കേൾക്കാൻ പറ്റാത്തവ: റീബത്ത്, നമീമത്ത്, കളവ്, അശ്ലീല ഗാനങ്ങൾ, ചീത്ത കാര്യങ്ങൾ കേൾക്കൽ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.